നമസ്കാരം. അപൂർവമായ ഒരു ക്ഷേത്ര സങ്കേതത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഈ നേത്ര സംബന്ധമായ പ്രയാസങ്ങളുള്ളവർ കൂടുതലായി പ്രാർത്ഥനയും വഴിപാടുകളും നടത്തുന്ന ഒരു ക്ഷേത്രമുണ്ട്. തൃശ്ശൂരിൽ സ്ഥിതി ചെയ്യുന്ന ചക്കംകുളങ്ങര ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രമാണ്. നേത്ര സംബന്ധമായ വിഷമങ്ങൾ മാറുന്നതിനു വേണ്ടി അവിടെ ദർശനം നടത്തി പ്രത്യേകം പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തുന്നത് ഒരു രീതിയാണ്. നേത്ര സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നവരും പല വിധത്തിലുള്ള ചികിത്സയിൽ മുമ്പോട്ട് പോകുന്നവരും പലരും അവിടെ ദർശനം നടത്തി പ്രത്യേകമായിട്ടുള്ള പൂജകളും വഴിപാടുകളും ചെയ്യാറുള്ളതായിട്ടാണ് നമുക്ക് വിവരം കിട്ടുന്നത്. ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അമൃത കലശ ശാസ്താവ് എന്നറിയപ്പെടുന്ന ധർമ്മശാസ്താവ് ആണ്. ധർമ്മശാസ്താവിൻ്റെ ഒരുപാട് രൂപാന്തര ഭാവങ്ങളുള്ളതിൽ അത്യപൂർവവും വിശേഷമായതുമായ ഒരു രൂപമാണ് അമൃത കലശ ശാസ്താവ്. രോഗനിവാരകനാണ് ഈ അമൃത കലശ ശാസ്താവ്. അമൃത കലശമെന്നാൽ അമൃത കുംഭം എന്നാണ്. അമൃതിൻ്റെ കലശം അഥവാ കുടം ഒരു കൈയിൽ വഹിച്ചിരിക്കുന്ന ധർമ്മശാസ്ത്ര സ്വരൂപമാണ് അവിടെ ആരാധിക്കപ്പെടുന്നത്. തെക്ക് മേഖലയിൽ നിന്ന്, ഇപ്പോൾ കോട്ടയത്തു നിന്ന് ഒക്കെ പോകുമ്പോൾ പാലിയേക്കര ടോളിൻ്റെ അവിടെ ചെന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞു പോയി വീണ്ടും ലെഫ്റ്റ് തിരിയുമ്പോഴാണ് പ്രശാന്ത സുന്ദരമായ ഗ്രാമത്തിൽ ഈ ചക്കംകുളങ്ങര ധർമ്മശാസ്ത ക്ഷേത്രം എന്നത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ രാവിലെ സാധാരണ ദിവസങ്ങളിൽ 8:30 നട അടയ്ക്കുകയാണ് പതിവ്. ശനിയാഴ്ച ദിവസം മാത്രം 9 മണി വരെ ഉണ്ട്. അമൃതകലശ ശാസ്താവിന് പുഷ്പാഞ്ജലി, വിവിധ അഭിഷേകങ്ങൾ, പായസം, അങ്ങനെ ഒട്ടേറെ വ്യത്യസ്തങ്ങളായ വഴിപാടുകളും ആരാധനാ സമ്പ്രദായങ്ങളും നിലനിൽക്കുന്ന ഒരു ക്ഷേത്ര സങ്കേതമാണ് തൃശ്ശൂരിലെ ഈ ചക്കംകുളങ്ങര. നമ്മുടെ നാട്ടിൽ അത്യപൂർവങ്ങളായ പ്രതിഷ്ഠാ വിധാനം കുടികൊള്ളുന്ന ഒട്ടേറെ ഗ്രാമീണ ക്ഷേത്രങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് അറിയാം. ഇതിൽ പലതിൻ്റെയും അസാധാരണമായ പ്രത്യേകതകളും ഗുണവിശേഷങ്ങളും പുറം ലോകത്തിന് അധികം അറിവില്ലാത്തതാണ്. അങ്ങ് കാസർഗോഡ് മുതൽ നെയ്യാറ്റിൻകര വരെ പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒട്ടേറെ അപൂർവങ്ങളായ ഗ്രാമീണ ക്ഷേത്ര സങ്കേതങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതിൽ പലതിൻ്റെയും പ്രസിദ്ധി പുറം ലോകത്തേക്ക് എത്തിയിട്ടില്ല. അങ്ങനെയുള്ള അപൂർവ വൈശിഷ്ട്യം ഉൾക്കൊള്ളുന്ന ഒരു ധർമ്മശാസ്ത്ര ഭഗവാന്റെ സങ്കേതം ഞാൻ പോയതുകൊണ്ടും ഭാഗ്യവശാൽ എനിക്ക് അതിനെപ്പറ്റി അറിയാൻ അവസരമുണ്ടായതുകൊണ്ടും ഏകദേശം അരമണിക്കൂറോളം നേരം ആ ക്ഷേത്രത്തിൽ ചിലവഴിക്കാനും അവിടുത്തെ വിവിധ കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കുവാനും അവസരമുണ്ടായതുകൊണ്ടും ഏഷ്യ ലൈവ് TV-യിലെ എൻ്റെ പ്രേക്ഷകർ ഈ അതിവിശിഷ്ടമായ ക്ഷേത്രത്തെപ്പറ്റി ഒന്ന് അറിഞ്ഞിരിക്കട്ടെ എന്ന് കരുതി ഇത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.